നമസ്കാരം. എല്ലാ സ്റ്റാർ വിഷൻ പ്രേക്ഷകർക്കും വാരവിശേഷത്തിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാവണമെന്ന് ജോസ് കെ മാണി MP അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ സമത്വം ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിക്കുന്നതോടൊപ്പം തൊഴിൽ സംരംഭങ്ങളും വർദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ കോട്ടയം ജില്ലാതല സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസ് കെ മാണി. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ജനവിഭാഗത്തിന്റെ സാമൂഹ്യ പുരോഗതി ഉറപ്പാക്കാനുള്ള കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാവണം. കേന്ദ്ര തൊഴിലുറപ്പ് പദ്ധതി ഏറെ പേർക്ക് വരുമാന വർധനവിന് ഉപകരിക്കുന്നുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ കേരള സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി MP പറയുന്നു. സാമൂഹ്യ സമത്വം, വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മദ്യവർജനം, നാടിൻ്റെ രക്ഷയ്ക്ക് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആണ് 2009 സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം നടന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷാചരണത്തിന്റെ കോട്ടയം ജില്ലാതല സമാപന സമ്മേളനത്തിൽ PC ജോർജ് MLA അധ്യക്ഷനായിരുന്നു. അയ്യങ്കാളിയെപ്പോലുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളാണ് അധസ്ഥിത ജനതയ്ക്ക് ഇന്ന് കാണുന്ന പുരോഗതിക്ക് അടിസ്ഥാനമിട്ടതെന്ന് PC ജോർജ് MLA പറയുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ജെസിമോൾ മനോജ്, ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ, പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ ചെയർമാൻ PJ സാമുവൽ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി, മോളി പീറ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ റാണി ജോസ്, സാബു ജോസഫ്, മജു പുത്തൻകണ്ടം, സെലിൻ ഐസക് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് ഐക്യദാർഢ്യ സന്ദേശയാത്രയും വിവിധ പദ്ധതികളുടെ ധനസഹായ വിതരണവും നടന്നു. പാലാ നഗരസഭയിൽ ഹോമിയോ ആശുപത്രി എവിടെ പണിയണമെന്ന കാര്യത്തെക്കുറിച്ചുള്ള തർക്കം തുടരുകയാണ്. തീരുമാനം വൈകിയാൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 40 ലക്ഷം രൂപയുടെ പദ്ധതി ലാപ്സായി പോകുമോ എന്ന ഭയപ്പാടുമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ് പദ്ധതി പ്രകാരമാണ് പാലാ നഗരസഭയുടെ അധീനതയിലുള്ള ഹോമിയോ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 40 ലക്ഷം രൂപ അനുവദിച്ചത്. ഹോമിയോ ആശുപത്രി പുത്തമ്പള്ളിക്കുന്നിൽ നിർമ്മിക്കുവാൻ മുൻപ് നഗരസഭ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും വിവാദത്തെ തുടർന്ന് നടപ്പിലാക്കിയിരുന്നില്ല. പുത്തമ്പള്ളിക്കുന്നിലെ സ്ഥലം അനുയോജ്യമാണെന്ന കാഴ്ചപ്പാടാണ് നഗരസഭ ഭരണകക്ഷി അംഗങ്ങളിൽ ഭൂരിപക്ഷത്തിനുമുള്ളത്. ജനറൽ ആശുപത്രിയിൽ നിന്നും 20 മീറ്റർ അകലെയാണെന്നതും പാരലൽ റോഡ് വികസനത്തോടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുമെന്നതും വാട്ടർ അതോറിറ്റി ടാങ്കിന്റെ സാമീപ്യവും പുത്തമ്പള്ളിക്കുന്നിന് അനുകൂലമായ ഘടകങ്ങളാണെന്ന് ചെയർപേഴ്സൺ പ്രൊഫസർ മേഴ്സി ജോസഫ് പറഞ്ഞു. പിന്നെ ഒരു പരാതി ഇതിനെപ്പറ്റി പറയുന്നത് അത് കുന്നിന്റെ അടുത്താണ് എന്നാണ്, കുന്നിൻ മുകളിലാണ് എന്നാണ്. അതിൻ്റെ അകത്ത് അധികം കഥയില്ല എന്നതാണ് വാസ്തവം. കാരണം പാരലൽ റോഡ് ഇപ്പോൾ തന്നെ പാരലൽ റോഡിനോട് ചേർന്ന അടുത്ത് തന്നെയാണ്. പാരലൽ റോഡ് വികസനത്തിന്റെ പുതിയ പ്രപ്പോസലുകൾ, പുതിയ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പാരലൽ റോഡിന് വികസനം വരുമ്പോഴേക്കും എല്ലാവർക്കും, ഏത് ഭാഗത്ത് നിന്ന് വരുന്നവർക്കും ഏറ്റവും വേഗത്തിൽ എത്തിച്ചേരാവുന്ന സ്ഥലമാണ്. സെൻറ് മേരീസ് സ്കൂളിനോടടുത്താണ്. ഇനി വേറൊരു ന്യൂനത പറയുന്നത് ശ്മശാനത്തിന്, അത് അങ്ങേയറ്റം അവാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്മശാനത്തിനടുത്തല്ലത്, ശ്മശാനത്തിലേക്ക് പോകുന്ന ഒരു വഴി അതിനടുത്തൂടെ പോകുന്നുണ്ട്. എന്നാൽ പൊതു ശ്മശാനത്തിന് അരികിലാണെന്നതും യാത്രാ സൗകര്യം തീരെയില്ലാത്തതുമാണെന്നും കൗൺസിലർ ബിനു മുടിക്കക്കണ്ടം പറയുന്നു. 10 രൂപയുടെ മരുന്നിന് 25 രൂപ വാഹന യാത്രക്കൂലിയായി കൊടുക്കേണ്ടി വരും. തെക്കേക്കരയിലെ നഗരസഭാ സ്ഥലത്ത് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചാൽ രോഗികൾക്ക് എത്തിച്ചേരാൻ കൂടുതൽ സൗകര്യം ലഭിക്കുമെന്നും ബിനു പുളിക്കക്കണ്ടം അഭിപ്രായപ്പെടുന്നു. ശവക്കോട്ടയ്ക്കുള്ളിൽ ആശുപത്രി എന്ന ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ നടപ്പിലാക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, പാലായിൽ നിന്ന് ഞാൻ പറഞ്ഞു 3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എങ്കിലും 10 രൂപയുടെ ഹോമിയോ മരുന്നിന് വേണ്ടി 25 രൂപ ഓട്ടോ കൂലി കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് സാധാരണക്കാരായ രോഗികൾ എത്തിച്ചേരുകയും ചെയ്യും. മാത്രമല്ല, അവിടെ ഹോസ്പിറ്റൽ ആവശ്യത്തിനായി ഒരു കിണർ കുഴിച്ചാൽ അതിൽ നെയ്യ് അംശം ഉണ്ടാകുമെന്ന് ഇതിൻ്റെ വിദഗ്ധർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പരാതികൾ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോമിയോ DMO ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്തു. അവരുടെ നിഷ്പക്ഷമായ അന്വേഷണത്തിൽ അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത് ഒരു കാരണവശാലും പൊതുശ്മശാനത്തോട് ചേർന്ന് ഈ ഹോസ്പിറ്റൽ നിർമ്മിക്കരുത് എന്ന ഒരു റിപ്പോർട്ട് പോലും പാലാ നഗരസഭാ അധികാരികൾക്കും ബന്ധപ്പെട്ടവർക്കും ഹോമിയോ ഡയറക്ടർ തന്നെ നൽകിയിട്ടുണ്ട്. മാർച്ച് 31 മുമ്പ് സർക്കാർ അനുവദിച്ച പണം പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടന്നില്ലെങ്കിൽ പണം ലാപ്സാനിടയുള്ളതായും
ആശങ്കയുയർന്നു. പുത്തമ്പള്ളിക്കുന്നിൽ ആശുപത്രി കെട്ടിടം നിർമ്മിച്ച് 40 ലക്ഷം രൂപ പ്രയോജനപ്പെടുത്തണമെന്ന് പൗരാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് സന്തോഷ് മണർകാടും സെക്രട്ടറി ജോസുകുട്ടി പൂവേലിയും അധികൃതരോട് ആവശ്യപ്പെട്ടു. എന്തായാലും നഗരസഭാ കൗൺസിലിൽ നീണ്ട വാദകോലാഹലങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഒടുവിൽ വിഷയം വോട്ടിനിട്ടു. ഭൂരിപക്ഷ തീരുമാനപ്രകാരം പുത്തമ്പള്ളിക്കുന്നിൽ ഹോമിയോ ആശുപത്രി നിർമ്മിക്കാനും തീരുമാനമെടുക്കുകയും ചെയ്തു. ടിപ്പർ വാഹനങ്ങളോട് സർക്കാർ അനുവർത്തിക്കുന്ന ചിറ്റമ്മ നയത്തിൽ പ്രതിഷേധിച്ച് വാഹന ഉടമകൾ നടത്തിവരുന്ന സമരം നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ടിപ്പർ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയ നിയന്ത്രണം പിൻവലിക്കുക, വാഹന ഉടമകൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വാഹന ഉടമകൾ സമരത്തിലേർപ്പെട്ടിരിക്കുന്നത്. കേരള നിർമ്മാണ മേഖല ഏകോപന സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനിശ്ചിതകാല സമരം. കാലങ്ങളായി ടിപ്പർ ഉടമകളെ സർക്കാർ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് സമിതി ഭാരവാഹികൾ പറയുന്നു. ടിപ്പറുകളുടെ നിയന്ത്രണവും ഒപ്പം പരിഷ്കാരങ്ങളും നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് സർക്കാർ നയങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതെന്നും ടിപ്പർ ഉടമകൾ പറയുന്നു. ടിപ്പർ ഓടാതിരുന്നാൽ ഡ്രൈവർമാർക്ക് രാവിലെ മുതൽ ഓടിയാലേ ഉള്ളൂ, രാവിലെ 7 മുതൽ 6:30 വരെയെങ്കിലും ഓടിയാലേ ഉള്ളൂ, ഫുൾ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്കിപ്പം കുറച്ച് ഓടിക്കഴിഞ്ഞാലും ശമ്പളം ഫുള്ളായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മഴ മാറി വന്നപ്പോഴത്തേക്കാണ് ഈ നിരോധനം വന്നിരിക്കുന്നത് സമയത്തിൻ്റെ. വിദ്യാർത്ഥികൾക്ക് പ്രയോജനകരമെന്ന് പറഞ്ഞ് രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയുമുള്ള സമയങ്ങളിൽ ടിപ്പർ ഓട്ടം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് തീർത്തും അശാസ്ത്രീയമെന്നും സമിതി ഭാരവാഹികൾ പറഞ്ഞു. വില്ലേജ് ഓഫീസർമാരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും മറ്റ് സർക്കാർ വിഭാഗത്തിൻ്റെയും ഭീഷണി ടിപ്പർ മേഖലയെ നിരന്തരം അലട്ടുന്നത് മൂലമാണ് അനിശ്ചിതകാല സമരം ആരംഭിച്ചതെന്നും വാഹന ഉടമകൾ പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ടിപ്പർ വാഹന ഉടമകളെ നിരന്തരം പീഡിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. തങ്ങളുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിലൂടെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭനത്തിലായതായും അഭിപ്രായമുയർന്നു. ടിപ്പർ വാഹന ഉടമകൾക്കൊപ്പം പാറമട ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും ക്രഷർ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും സമരത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. വളരെ ഉയർന്ന നിരക്കിൽ ടാക്സ് അടച്ചു തുടങ്ങിയ വ്യവസായം തകരുമോ എന്ന ആശങ്കയിലാണ് ഒട്ടുമിക്ക ടിപ്പർ വാഹന ഉടമകളും. കേരള സർക്കാർ നടപ്പിലാക്കിയ സ്പീഡ് ഗവേണർ സംവിധാനം തീർത്തും അശാസ്ത്രീയമാണ്. സ്പീഡ് ഗവർണർ തകരാറിലായാൽ റിപ്പയർ ചെയ്യുന്നതിനുള്ള സൗകര്യവും ഇല്ലാത്ത അവസ്ഥയാണ്. തങ്ങളുടെ ആവശ്യം നിറവേറ്റാത്ത പക്ഷം നിർമ്മാണ മേഖല സ്തംഭിക്കുമെന്ന ആശങ്കയിലാണ് ടിപ്പർ ലോറി ഉടമകൾ.